അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. ഇത് ഞങ്ങളെ ഹൗസ് ബോട്ട് സനാതയുടെ ഹസ്ബൻഡാണ്. സനത്തയുടെ ഹസ്ബൻഡ് ഇക്ക. ഇതിൻ്റെ മോളവിടെ നടക്കുന്നുണ്ട്. സനത്തയുടെ ഒരു മോള് ചെറിയ ആളുണ്ട്. ഐശുവിൻ്റെ ഒരു മോള് ഇത് അങ്ങോട്ട് നടക്കണം. ഇത് പിൻ്റപ്പൻ സന്ദീപ്. ഐശ്വര്യയുടെയും ജീജയുടെ ഹസ്ബൻഡ്സാണ്. ഐശു ആണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട്. ഷർട്ട് ഇട്ടിരിക്കുന്നുണ്ട്. അത് ജീജ. അപ്പുറത്ത് മഞ്ഞ പോലത്തെ കള്ളിയുള്ളത് ഇത് പിന്നെ ഇക്കനെ കാണിച്ചു തന്നില്ലേ. ഇത് ഇവര് സന്ദീപ് അവരാണ്. പിന്നെ അവിടെ മഞ്ഞ ഐശ്വര്യ നമ്മൾ വിളിക്കും. ഈ റോസ് ടീഷർട്ടും ആ ഒരു ഗ്രീൻ പോലത്തെ ടീഷർട്ടും സനത്തയുടെ മക്കളാണ് കേട്ടോ. ഒരു ആൺകുട്ടിയുണ്ട്. ആൺകുട്ടി ജീജ പിന്നോന്റെ കുട്ടിയാണ്. അപ്പുറത്തിരിക്കുന്ന പെൺകുട്ടീനെ കണ്ടില്ല നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോളൊക്കെ ഒപ്പം തന്നെ ഏകദേശം. ഐശുവിൻ്റെ മൂത്താള്. പിന്നെ ഒരു ചെറിയ ഉണ്ണിയുണ്ട്. 1 വയസ്സാവുന്നു. ഇപ്പം ആയിട്ടാ. നമ്മുടെ ഐറ്റംസ് അവർ വെൽക്കം. ഇത് അവര് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. പൈനാപ്പിളും ചെറുപഴം വെച്ചിട്ടുണ്ട്. മോള് പിന്നെ ഒരു രക്ഷയില്ല. കഥ പറച്ചിൽ തന്നെയാണ്. വണ്ടിയിൽ നിന്നിട്ട് കളിച്ച് ക്ഷീണിച്ചു. ഐശ്വര്യനോടൊരു ഹായ് പറയാൻ വന്നതാണ്. പിന്നെ മുഖം കാണിക്കുന്നതിൻ്റെ ഒരു എക്സ്പ്രഷൻസ് ആണ് കേട്ടോ ഈ കാണിച്ചു കിട്ടുന്നത്. നമ്മളെ ഫ്രണ്ട് എന്നതേ ഡോറ് തുറന്നു. നമ്മൾ നോക്കാം. ബെഡ്റൂമിൻ്റെ അവിടേക്കാണ്. ഫസ്റ്റ് ബെഡ്റൂമാണ് റൈറ്റിലേട്ടാ. അതാ തന്നെ ബെഡ്റൂമിൽ സനത്ത ബാഗൊക്കെ കൊണ്ടുപോയി വെച്ച് സെറ്റാക്കി വരികയാണ് കേട്ടോ. അതാണ് ബെഡ്റൂം. സ്ഥലത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട കേട്ടോ. അപ്പം ഞാനിങ്ങോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ സെൻറ്ററിലായിട്ടാണ് ഡൈനിങ് ടേബിള്, സിങ്ക്. അതിനോട് ചേർന്നിട്ട് തന്നെ മുകളിലേക്കുള്ള സ്റ്റെയർകേസ് ഉണ്ട്. തൊട്ടപ്പത്തേക്ക് നേരെ പോയി കഴിഞ്ഞാൽ അതേ പിൻ്റെപ്പം നടക്കുന്നുണ്ട്. നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് ദേ വാഷ്റൂം. നേരെ നടന്ന കിച്ചൺ, ഫ്രിഡ്ജ്, ഫാനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. വാട്ടർ ബോട്ടിൽസ്. അപ്പം നമ്മൾ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. പിന്നപ്പനിതാ പിന്നെയും പോകുന്നുണ്ട്. പിന്നാലെ എന്നുള്ള പോലെ തോന്നുന്നു. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അത് നമ്മളിതേ സ്റ്റെയർ കേസാണ് കേട്ടോ. അതാണ് ജോർദാൻ എന്നാണ്. മോള് ജോർജ് മോൻ എന്ന് വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ജോർജ് മോൻ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തോന്നുന്നു മോള് ജോർജ്. നല്ല കുറുമ്പുണ്ട് കേട്ടാ. അവർക്ക് മുകളിലേക്ക് കയറാള വെപ്രാളാണ്. എന്താണ് മോളിക്ക് കയറണം. പക്ഷെ ആൾക്ക് നല്ല പേടിയാ. തനിയെ എങ്ങനെയാലും കയറാൻ പേടി, തനിയെ ഇറങ്ങാൻ പേടി. രക്ഷയില്ല. അപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറാണ്. നല്ല കാര്യം. 1.5 ദിവസം നിന്നിട്ട് മോശം ചേട്ടതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റില്ല പറഞ്ഞാൽ. ഇതാണ് മുകൾ ഭാഗം. നമ്മള് കൂടെ എപ്പോഴും 1-2 എക്സ്ട്രാ ബോട്ടുകൾ ഇതിനൊക്കെ ഇങ്ങനെ പോകണം. അതെ എപ്പോഴും ഉണ്ട് കേട്ടോ ബോട്ടൊക്കെ. 8 റൂമുള്ള ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. 8 റൂം 4 റൂമൊക്കെ ഉണ്ട്. പക്ഷെ 8 റൂമിന് ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കണതും കാണുന്നതും. തൊട്ടപ്പുറത്ത് പോകുന്നുണ്ടായിരുന്നു. അത് ഇങ്ങനെ മുകളിൽ അവിടെ അങ്ങനെ നിന്ന് കാണാന്ന് വെച്ചാൽ നല്ല രസമാട്ടോ. നമ്മളെ ഫ്രണ്ടിലെ ഡ്രൈവറിൻ്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും നല്ല വൈബുണ്ട് ശരിക്കും പറഞ്ഞാൽ. എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങള് ഒന്ന് സൈഡാക്കി. ഡ്രൈവർ ചേട്ടൻ വിധുൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തി. ഇവര് മീൻ വാങ്ങാൻ കയറിയ കടയാണ്. എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉണ്ട് അവിടുത്തെ. അവസാനത്തേക്ക് കുട്ടി ലൈസ് വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ചിട്ട് ഐശ്വര്യ വന്നതാണ്. അത് ഐശ്വര്യ സന്ദീപ് നിൽക്കുന്നുണ്ട്. അപ്പം മീൻ ഞാൻ കാണിച്ചു തരാം. ഒരു ട്രേ മുട്ടയും വാങ്ങിയിട്ടുണ്ട്. കിട്ടുന്ന മുട്ട മീന് വേണമെന്നുണ്ട്. അങ്ങനെ വാങ്ങാൻ കയറിയതാണ്. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ വളരെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പോയാ അതെ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണിച്ചു തരാം. പിന്നൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ എനിക്ക് ഇവിടുത്തെ ഐറ്റംസൊക്കെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അത് വേറെ വശത്തെ ഐസ്ക്രീം, കുട്ടികൾക്കുള്ള ലേസുകൾ, കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ ടൂറിസ്റ്റ് പോയി കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞൊരു മീനൊക്കെ 1700 രൂപയാണെന്നുണ്ട് ബ്രാലിന് വില പറഞ്ഞ്. ചെമ്മീൻ 1600. കൂന്തള് ഞങ്ങൾ വാങ്ങിയിട്ടാ. അടിപൊളിയായിട്ട് വിധുൻ ചേട്ടൻ വെച്ച് 1500. ഇത് വലിയ ചെമ്മീൻ കേട്ടോ. വലിയ ചെമ്മീൻ്റെ റേറ്റ് 2200. ഇത് നമ്മൾ വാങ്ങിച്ച മീനല്ലേ. വറ്റയ്ക്ക് 1200 തോന്നുന്നുണ്ട്. ഇത് വറ്റ 1200.
1500 ഒറ്റയ്ക്ക്. മീനുകൾ കിട്ടുന്ന കാണുമ്പോൾ ഇത് മീൻ നന്നാക്കിയിട്ട് ഞങ്ങൾ നുറുക്കാൻ കൊടുത്തു, അവർ ക്ലീൻ ചെയ്യാൻ കൊടുത്തു. ഇവിടെ ബ്രാല് മുറിക്കാൻ പോയിട്ട് അവർക്ക് ബ്രാല് തോല് ചീന്ത അറിയില്ല, തോല് ചീന്തിയിട്ടാണ് കഴിക്കാന്നുണ്ട്. സന്ദീപാണ് ഈ മീൻ ഒരു ബ്രാല് മൊത്തം സന്ദീപ് തോല് ചീന്തി കാണിച്ചു കൊടുത്തു. ഒരു അച്ചാച്ചൻ്റെ അച്ഛമ്മയാണ്. ഒരു മീൻ നന്നാക്കാൻ 1 കിലോ മീൻ നന്നാക്കാൻ 50 രൂപയാണ് അവർ പറഞ്ഞത്. 3 മീൻ കൊടുത്തിട്ട് 150 രൂപ കൊടുത്തു. ഇതിൻ്റെ പിന്നിൽ പാടാണ് കേട്ടോ. ഈ ബ്രാലിനെ അവർ പാടത്തുനിന്ന് പിടിച്ചാന്ന് പറഞ്ഞത്. പാടത്തുനിന്ന് പിടിക്കണവരെന്ന് വാങ്ങണതാണ്, ഇവർ പോയി പിടിക്കുന്നതല്ല. എന്നാലും അതാ വിജൻ പറഞ്ഞു, ഓരോ വീടിന് ബാക്കിലും ഒരുപാട് കൃഷി സാധനങ്ങളും ഉണ്ടാവും, അതുകൊണ്ട് അവർക്ക് ഈ അച്ചാച്ച ആദ്യം ബ്രാല് നന്നാക്കാൻ നിൽക്കണ നേരത്താണ് അവൻ പറഞ്ഞത് അവരൊക്കെ ബ്രാല് തോല് ചീന്തിയിട്ട് കഴിക്കാറ്. നമ്മളൊന്നും അങ്ങനെ തോല് ചീന്തി കഴിക്കാറില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു. തോല് ചീന്തിയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റി. ഞങ്ങൾ സാധാരണ സന്ദീപ് ആള് തമ്മിൽ കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെയാണ് പിന്നെ അവസാനം സന്ദീപ് കാണിച്ചു കൊടുത്തു. വീണ്ടും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം വൈകിട്ട്. അതാണ് കാണുന്നത് കേട്ടോ. അതെ, വൈകിട്ട് ഞങ്ങൾ ഒന്നുകൂടി ഞാനൊക്കെ നല്ല ഉറക്കം ഉറങ്ങിയിട്ടാ. ഞാനും ഇവരെല്ലാവരും ഓരോ സൈഡിലൊക്കെ കളിയുണ്ട്, പാമ്മയിലൊക്കെ കയറി പാട്ട് വയ്ക്കുന്ന ഡാൻസൊക്കെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു. ഞാൻ മോളേനെ ഉറക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്, പക്ഷെ മോൾ ഉറങ്ങാൻ വന്നില്ല. ഏകദേശം ഒന്ന് വെയിലാറിയിട്ടായി നേരത്തെ. ഇപ്പോഴാണൊന്ന് വെയിലാറുന്നു. ഒരു 6 മണിയോടെ അടുത്തുണ്ടാവും അല്ലേ? ഇത് ചായ സ്നാക്സ് വന്ന സമയമാണോ തോന്നുന്നുണ്ട്. ഇതെന്തത് കുഴപ്പമില്ല, എന്തൊക്കെയാണ് അത് നമുക്ക് എഡിറ്റ് ചെയ്ത് കളയാം. നല്ല രസമുണ്ട് ഇങ്ങനെ ഈ വ്യൂസ് ഒക്കെ. നല്ല രസമുണ്ട്. പിന്നെ വെയിലില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വിധുൻ ചേട്ടൻ എന്നെ ഫുള്ള് വണ്ടി ഓടിച്ചിരുന്നത്. സ്ഥാനത്തേക്ക് അവിടുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവര് സ്പീഡ് ബോട്ടിൽ കയറിയിട്ടാ. അതൊരു 6:30 നേരത്തെ ഞങ്ങൾ കയറിയില്ല. ബാക്കി എല്ലാരും കയറി, ഞങ്ങൾ 3 കയറിയില്ല. എനിക്ക് പേടിയാ. സനത്തിന് 3 കയറിയില്ല, ബാക്കി എല്ലാവരും കയറി. ഐശ്വന്റെ ചെറുതിന് ഞങ്ങൾ എടുത്തു തന്നു. സനാത്തൊരു മോള്, ഐശ്വന്റെ മോള് അതില് സ്പീഡിലാണ് അവർ തിരിക്കണത് കേട്ടോ. അപ്പൊ അത്രയും പേടിച്ചിട്ട് ഞാൻ പോയത്. നല്ല വൈബായിരുന്നു എന്നാണ് അവര് പറയണത്. അത് ശരിക്കും ഞങ്ങൾ പോയി ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്തൊരു നഷ്ടമായി എന്ന് പറഞ്ഞു. അവർക്കത് നല്ലൊരു ഇതായിന്ന് പറഞ്ഞു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ എനിക്ക് നല്ല പേടിയായി. പിന്നെ അത് വീഡിയോ ഫുള്ള് കിട്ടുകയും ചെയ്തില്ല. ജസ്റ്റ് അവർ പോണത്, പിന്നെ അവളെ റിട്ടേൺ വരുന്ന അങ്ങനത്തെ കിട്ടിയോളൂ. എല്ലാവരും തരുന്നുണ്ട്. എന്താ പറയുക, യേശുവിൻ്റെ മൂത്ത കുട്ടീനെയും ജീജയുടെ കുട്ടീനൊക്കെ കൊണ്ടുപോയിട്ടാ. പക്ഷെ എനിക്ക് നല്ല പേടിയായിരുന്നു. അതങ്ങനെ ഫസ്റ്റ് ഞങ്ങളുടെ മുന്നിലൂടെ അവരിങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോയാണ്. പക്ഷെ പേടിച്ചിട്ട് ഞാൻ പോയില്ല. അവർ പോയ നേരത്തെ ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് മീനൊക്കെ പിടിച്ചു. 4-5 മീൻ. സന്ദീപിൻ്റെ കയ്യിലായിരുന്നു ചൂണ്ടൽ. സന്ദീപ് അവരൊന്ന് ചൂണ്ടൽ ചോദിച്ചു വാങ്ങി. പിന്നെ സന്ദീപ് സ്പീഡ് ബോട്ടിൽ കയറിയപ്പോൾ ഞാൻ ചൂണ്ടലെടുത്ത് മീൻ പിടിച്ചു. പിന്നെ സന്ദീപ് വന്നപ്പോൾ വീണ്ടും ചൂണ്ടൽ അവനെ കൊടുത്തു. അതാ നമ്മുടെ പരലാണ്.